ഡി സിയുടെ ന്യൂ ടൈം ലൈനിൽ ഇതുവരെ 3 പ്രോജക്റ്റ്സ് ആണ് റിലീസ് ആയിട്ടുള്ളത്. ഫസ്റ്റ് റിലീസായ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പീസ് മേക്കറിൻ്റെ സീസൺ 1 ആയിരുന്നു. അത് എക്സ്ട്രീം കിടിലം എന്ന് വെച്ചാൽ എക്സ്ട്രീം കിടിലമായിരുന്നു. അത് വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു കിടിലൻ സീരീസ് ആയിരുന്നു. അതിൻ്റെ സീസൺ 1, സീസൺ 2 ഈ മാസം റിലീസാകും. പിന്നെ റിലീസായത് ക്രീച്ചർ കമാൻഡോസ് ആയിരുന്നു. അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു അടിപൊളി സീരീസ്, ഭയങ്കര ഫൺ എലമെൻറ്റ്സ് ഉള്ള, ആക്ഷൻ സീക്വൻസ് ഉള്ള ഒരു അനിമേഷൻ ആണെങ്കിൽ കൂടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിരുന്നു. പിന്നെ മൂന്നാമത് റിലീസായത് സൂപ്പർമാൻ ആയിരുന്നു. അതും ഭയങ്കര സക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സക്സസ് ആയിരുന്നു. അതിനെപ്പറ്റി കൂടുതൽ അപ്ഡേറ്റ്സുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം ഡി സിയുവിൻ്റെ മെയിൻ ടൈം ലൈനിൽ ഇറങ്ങിയ 3 പ്രോജക്ട്സും എക്സ്ട്രീം സക്സസ് ആയിരുന്നു. അതായത് ഡി സിയുവിനൊരു ഹോപ്പാണ്. ജെയിംസ് ഗണ്ണ് വന്നിട്ട് ചെയ്ത 3 പ്രോജക്ട്സുകൾ ഈ പറയുന്നത് പോലെ തന്നെ ഭയങ്കര സക്സസ്. ഈവൻ സൂപ്പർമാൻ ആണെങ്കിൽ തന്നെ ബാക്കിയുള്ള സിനിമകൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണ് ഒരു സക്സസ് ഉണ്ടാക്കിയത്. അപ്പം അത്രയും ഒരു നൈസ് സാധനമാണ് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജെയിംസ് ഗണ്ണ് ഭയങ്കര ഡ്രീം ഉള്ളൊരു മനുഷ്യനാണ്. കാരണം ഇപ്പോൾ തന്നെ കുറേ അധികം പ്രോജക്ട്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അനൗൺസ് ചെയ്യാത്ത കുറേ അധികം പ്രോജക്ട്സുകളുണ്ട്. പിന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്ട്സുകളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പുതിയ ഡി സി എന്ന് പറയുന്നത് ഒരു സംഭവമായിരിക്കും. അതായത് നമ്മളുടെ പ്രൈമിൽ നമ്മൾ കണ്ടൊരു മാർവൽ ഉണ്ടല്ലോ, ആ ഒരു ലെവലിലേക്കൊക്കെ ഡി സി ഇനി പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ ഈ പറയുന്ന ജെയിംസ് ഗണ്ണിൻ്റെ ആ ഒരു മോഡ് ഓഫ് ഫിലിം മേക്കിംഗ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് നൈസായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഡി സി പോകും എന്നാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക.